ഞാൻ സംബന്ധിച്ച് അതിൻ്റെ അടുത്ത വരികയാണ്. ഫസ്റ്റ് വൺ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആട്ടോ. ഇതിൻ്റെ കളർ ഒരു രക്ഷയില്ല, നല്ലൊരു യെല്ലോ ഷെയ്ഡ്. ഇതിനകത്ത് കാണുന്നത് എങ്ങനെയാണ്, ലെമൺ യെല്ലോയിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആട്ടോ. എന്നാൽ ഭയങ്കര ഡാർക്കല്ല, നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര രസമുള്ള ഐറ്റമാണ്. ഇത് നമ്മുടെ സെമി മോഡലിൽ വന്നിരുന്ന അതേ സെയിം രീതി തന്നെ ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് ഇത് ഇച്ചിരി കൂടെ ലൈറ്റ് വെയിറ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്, ഭയങ്കര ഒതുങ്ങി കിടക്കുന്ന നല്ല മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതാണെങ്കിലും നല്ല കേട്ടോ. അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷനൊക്കെ ആയിട്ടും പ്യുവർ ചന്തേരിയൊക്കെ വരത്തില്ല, അത്രയും ആ ഒരു സോഫ്റ്റ്നെസ് അത്രയും കിട്ടുന്ന സൈസ് ഫാബ്രിക്കാണിത്. സെമി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു വരുന്നത് കോട്ടൺ പോലെ തന്നെ അത്രയും ഒതുങ്ങി കിടക്കുന്ന സൈസ് മെറ്റീരിയൽ കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ്. സിഗ്സാഗ് പാറ്റേണിലാണ് ഇതിൽ മൊത്തത്തിൽ പ്രിൻറ്റ് പോയേക്കുന്നത്. ഇത് ശരിക്കും താഴത്തെ ബോർഡറാണ്, ഞാൻ തിരിച്ച് വെച്ച് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തയ്ച്ചെടുക്കാം കേട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റം. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, സെയിം കളർ തന്നെ. ദുപ്പട്ട പ്രിൻറ്റ് ഇതുപോലെ കേട്ടോ, സെയിം മെറ്റീരിയൽ തന്നെയാണ്. താഴത്തെ ബോർഡറിലും നമുക്ക് ഈ ഒരു സെയിം തന്നെ, നമുക്ക് ദുപ്പട്ടയുടെ ബോർഡറിലും താഴത്തെ ബോർഡറിലും സെയിം തന്നെ ഡിസൈനാണ്. ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ ഭയങ്കര തിളക്കമുള്ള സൈസ് ബോർഡർ അല്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു ബോർഡർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നമ്പർ വരുന്നത് AB 250, റേറ്റും റീസണബിൾ ആട്ടോ. 1290 മാത്രമേ ഉള്ളൂ. 1290. ഈ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് ആണ്, നല്ലൊരു കളർ ചാർട്ടാട്ടോ. നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്. ബ്ലാക്കിലാകുമ്പോൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കുറച്ചുകൂടെ നമ്മൾ എടുത്ത് നിൽപ്പുണ്ട്. മറ്റേ ഷെയ്ഡ്സിലൊക്കെ ആകുമ്പോൾ അത്രയും കൊണ്ട് എടുത്ത് കാണിക്കത്തില്ല, ഇത് കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. ഇതാണ് ഇതിൻ്റെ ബോർഡർ, ദുപ്പട്ടയുടെ ബോർഡർ വന്ന് നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്ന ഐറ്റാണ്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്. നമ്പർ AB 251, റേറ്റ് 1290. അടുത്തത് ഒരു ഗ്രീനിഷ് ബ്ലൂ ആട്ടോ. ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡ്. നമ്മുടെ സാധാരണ വരുന്ന ഗ്രീനാന്ന് ഞാൻ കൂടുതൽ പറയില്ലേ, അത്രയും ഗ്രീൻ അല്ല, കുറച്ച് ബ്ലൂവിൻ്റെ തന്നെ മിക്സഡ് ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഇപ്പോൾ എങ്ങനെയാണ് പറയുക, നല്ല രസമുണ്ട് കാണാൻ. എനിക്കത് പറയാൻ അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണുമ്പോൾ ചെറിയ വേരിയേഷൻ കാണിക്കും, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര രസമാട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ആ ഒരു സിഗ്സാഗ് പാറ്റേൺ തന്നെ ഈ കളറിലായതുകൊണ്ട് ആ സിഗ്സാഗ് കറക്റ്റായിട്ട് എടുത്ത് നിൽക്കുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തും ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡനേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ള തിളക്കോ കാര്യങ്ങളൊന്നും ഇതിന് വരത്തില്ല. താഴത്തെ ബോർഡറായിട്ട് തയ്ക്കുമ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഞാനതൊന്ന് വെച്ച് കാണിക്കാതെ. അങ്ങനെ ഇതുപോലെ വരും. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിത് എങ്ങനെ വേണേൽ തയ്ച്ചെടുക്കാം. നല്ല ഹൈറ്റുള്ളവർക്കും പറ്റുന്ന രീതിക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ദുപ്പട്ടയിലും ആ താഴെ വശത്ത് തന്നെയായിട്ട് ആ ഒരു ബോർഡർ വരുമ്പം കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ നോക്കി പറയാം കേട്ടോ. നമ്പർ AB 248, റേറ്റ് 1290. അടുത്ത ഷെയ്ഡ് ഇത് അടിപൊളി കളറാട്ടോ, നല്ലൊരു മെറൂൺ ഷെയ്ഡ്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ലെങ്ത് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തയ്ക്കാൻ പറ്റുന്ന അത്രയും ലെങ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക്, ദുപ്പട്ടയും നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ടാട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഒരുപാട് ഓവറായിട്ട് ഫുള്ളായിട്ട് പ്രിൻറ്റ് ഇല്ലതാനും അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സെൻറ്ററിൽ മാത്രം സിഗ്സാഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ബോട്ടം കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരും. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് റഫായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. കുറച്ചൊന്ന് ഷാമ്പു വാഷ് ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കി എടുക്കാവുള്ളൂ. നമ്പർ AB 249, റേറ്റ് 1290.